സർ, നമ്മുടെ മാധ്യമങ്ങൾക്ക്, മലയാള മാധ്യമങ്ങൾക്ക് വിശേഷിച്ചും എന്താണ്, ഏത് വാർത്തയാണ് മുക്കേണ്ടത്, അവർക്ക് താല്പര്യമുള്ള ഏത് വാർത്തയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരു കൂട്ടം, ഒരു സിൻഡിക്കേറ്റാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവർ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു വാർത്തയും, എന്താണോ കൊടുക്കേണ്ടിയിരുന്നത് അത് കൊടുക്കാതെ അതിൻ്റെ ഒരു അറ്റവും വാലും മാത്രം കൊടുത്ത് തീർക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. AK ആൻ്റണിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. BJP-യെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശമാണ്. കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ മകനും അച്ഛൻ്റെ വാക്കുകൾക്ക് കൃത്യമായ മറുപടി മകൻ കൊടുത്തിട്ടുമുണ്ട്. ഒന്ന് വിശദീകരിക്കാമുള്ളത്. സാറേ, അത് അങ്ങ് വളരെ പരിണതപ്രജ്ഞനായ ഒരു പത്രപ്രവർത്തകനാണ്. ദീർഘകാലം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത്, ഒരു പത്രത്തിൻ്റെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളാണ്. വളരെ സിമ്പിളൊരു ചോദ്യമാണ്. സമകാലിക പ്രവർത്തക സമൂഹത്തിൽ അങ്ങ് ആദരവോടെ കാണിക്കുന്ന, ബഹുമാനത്തോടെ കാണുന്ന പത്രാധിപരന്മാരെക്കുറിച്ച് ചോദിച്ചില്ല, കച്ചവടക്കാരാണ്. ഒരു പത്രപ്രവർത്തകൻ്റെ പേര്, ഒറ്റ ഒരു പത്രപ്രവർത്തകൻ്റെ പേര് അങ്ങേക്ക് പറയാമോ? എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒറ്റ നോട്ടത്തിൽ ആരും വരുന്നില്ല. ഓക്കെ, അങ്ങ് പത്രപ്രവർത്തന രംഗത്ത് നിന്നുകൊണ്ട് അങ്ങേക്ക് അങ്ങനെ മറുപടി പറയാം. ഒറ്റ നോട്ടത്തിൽ വരുന്നില്ല. എന്തായാലും ഒറ്റ നോട്ടത്തിൽ വന്നില്ലല്ലോ നിലവിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അന്തസ്സുള്ള, ആത്മാഭിമാനമുള്ള, ആർജവമുള്ള ഒരുത്തൻ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തോ ദൃശ്യമാധ്യമ രംഗത്തോ ഇല്ല. വളരെ സിമ്പിളാണല്ലോ എൻ്റെ മറുപടി. എനിക്ക് ബഹുമാനിക്കാൻ കഴിയുന്നൊരുത്തനില്ല. പഴയ തലമുറയിലെ കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ സാറിൻ്റെ 4-5 പേരുടെ പേര് പറയാം. ഒറ്റയടിക്ക് പറയാൻ പറ്റും. സാറിന് പറയാൻ പറ്റും, എനിക്കും പറയാം. നല്ല പത്രപ്രവർത്തകരെക്കുറിച്ച് എനിക്കറിയാം, പറയുകയും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു കോഴിക്കാലം ഒരു കുപ്പി കള്ളും കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാവുന്നവന്മാരെ ഉള്ളു സാറേ പത്രപ്രവർത്തകൻ്റെ വേഷം കിട്ടിയത്. അതുകൊണ്ടാണ് ഇവനെയൊക്കെ ജനങ്ങൾ പുച്ഛത്തോടെ കാണുന്നത്. പത്രപ്രവർത്തകനെ ഒരു പത്രപ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ എവിടെ ആദരവ് കിട്ടും? എങ്ങും കിട്ടില്ല. പണ്ടായിരുന്നെങ്കിൽ മലയാള മനോരമയുടെ ലേഖകനാണ്, അല്ലെങ്കിൽ മനോരമയുടെ കറസ്പോണ്ടൻ്റാണ് എന്നൊക്കെ, അല്ലെ മാതൃഭൂമിയുടെ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ, ഹിന്ദുവിൻ്റെയൊക്കെ ഇവിടുത്തെ സ്റ്റേറ്റ് കറസ്പോണ്ടൻ്റ് എന്ത് ബഹുമാനത്തോടെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടൊരു കാലം സാറിനറിയാമോ? ബൈലൈൻ കണ്ടിട്ട് ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാലം മാറിപ്പോയി. വെറും കൂലിയെഴുത്തുകാരും നിലവാരമില്ലാത്ത തേർഡ് റേറ്റുകളും പത്രപ്രവർത്തകൻ്റെ വേഷം കെട്ടി എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. സാർ ചോദിച്ച കാര്യം. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു വാർത്തയുണ്ടായിരുന്നു. അതൊരു പക്ഷേ അങ്ങ് ശ്രദ്ധിച്ച് കാണാം. അതായത് 2 പേരുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അനിൽ ആൻ്റണിയുടെയും മറ്റൊന്ന് AK ആൻ്റണിയുടെയും. അപ്പം AK ആൻ്റണി പറഞ്ഞ ഒരു പ്രയോഗമാണ്, അപകടകരമായ, കാലത്തിന് ചേരാത്ത രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ് BJP. ഇതാണ് പറഞ്ഞിരിക്കുന്നത് AK ആൻ്റണി സ്റ്റേറ്റ്മെൻറ്റ്. അനിൽ ആൻ്റണി അതിൻ്റെ കാര്യം പറഞ്ഞു. രാജ്യം മുഴുവൻ ആദരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 21 സംസ്ഥാനങ്ങൾ NDA ഭരിക്കുന്നത്. നരേന്ദ്രമോദി 3 തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന ആളാണ്. ലോകം ആദരിക്കുന്ന ലോക നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം നയിക്കുന്ന പാർട്ടി 3 പ്രാവശ്യമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ത്യ ഭരിക്കുന്നു. 21 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നു. ഏതടിസ്ഥാനത്തിലാണ് അപ്പച്ച ഈ കാര്യം പറഞ്ഞത്? ഏത് അപകടകരമായ രാഷ്ട്രീയം കളിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് BJP-യെക്കുറിച്ച് പറഞ്ഞത്? എന്നെ പൊന്നപ്പച്ചൻ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്നാണ് അനിൽ ആൻ്റണി ചോദിച്ചത്. ഇതുകൊണ്ടാണ് പത്രങ്ങൾ കൊടുക്കാത്തത്. കാരണം അനിൽ ആൻ്റണിയുടെ മറുപടിയാണ് ആൻ്റണിയുടെ ചോദ്യത്തെക്കാൾ കൂടുതൽ പ്രസക്തമാകുന്നത്. അതുകൊണ്ടാണ് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മറച്ചു വെച്ചത്. കാരണം നരേന്ദ്രമോദിക്ക് അനുകൂലമായി അനിൽ ആൻ്റണി പറഞ്ഞതിനെയാണ് പൊതുസമൂഹം കൈയടിച്ച് സ്വീകരിക്കുന്നത്. വോട്ട് ചെയ്യുന്ന ആർക്കും ചെയ്തോട്ടെ, പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റിനൊരു ക്ലാരിറ്റി വേണമല്ലോ. ആൻ്റണി ഇത് പറയുമ്പോൾ അപകടകരമായ രാഷ്ട്രീയം കളിക്കുന്ന എന്ന് പറയുമ്പോൾ 2004 മുതൽ 2014 വരെ മൗനി മോഹൻ സിംഗ് അല്ലായിരുന്നോ ഭരിച്ചിരുന്നത്? ഇറ്റലിക്കാരി മദാമ്മയുടെ പുറകെ നടക്കുകയല്ലായിരുന്നോ? അവർ പറയുന്നത് കേട്ട് അനുസരിക്കുകയല്ലായിരുന്നോ? ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗുമായി സംസാരിക്കാൻ കസേര വന്നിരുന്നപ്പോൾ സാർ ആ ദൃശ്യം കണ്ടത് ഓർമ്മയുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കസേരയിൽ നിന്ന് മാറ്റിയിരുത്തിട്ട് ആ കസേര കയറിയിരുന്നു ഈ ഇറ്റലിക്കാരി മദാമ്മ. ഇവരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നവനെക്കുറിച്ച് അവജ്ഞയല്ലാതെ എന്താ സാറേ പറയുന്നത്? ഇന്ത്യയെ കിട്ടത്തില്ലേ നല്ല നേതാക്കന്മാരെ, വനിതകളെയും പുരുഷന്മാരെയും രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെയും കിട്ടത്തില്ലേ? എന്തിനീ ഇമ്പോർട്ടഡ് നേതാവിനെ എടുക്കുന്നു? ഇവിടെ നേതാക്കന്മാർക്ക് വല്ല ദാരിദ്ര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇമ്പോർട്ടഡ് നേതാവിനെ 10 കൊല്ലം ചുമന്ന ഒരാളാണ്
എ കെ ആന്റണി. ഈ എ കെ ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. മതമേലധ്യക്ഷന്മാരെ ഇന്ദിരാഗാന്ധി കണ്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇന്ദിരാഗാന്ധിയെ സന്ദർശിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളാണ് സാക്ഷാൽ ഈ അറക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന എ കെ ആൻ്റണി. അദ്ദേഹത്തിന് ഇനിഷ്യൽ കറക്റ്റാണല്ലോ, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആൻ്റണിയുടെ മകന് കൃത്യമായ ആർജവമുള്ള ആളാണ്. അദ്ദേഹം രാഷ്ട്രീയ സ്വീകരിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, കൃത്യമായി മറുപടി പറയുന്ന ഒരാളാണ്. ന്യൂ ജെൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എൻജിനീയറാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഡയറി എടുത്ത് കക്ഷത്തി വെച്ച് നാട് നന്നാക്കാൻ ഇറങ്ങിയതല്ല. പള്ളിക്കൂടത്തിലെ പഠിത്തം നിർത്തി സാറിനെ കല്ലെറിഞ്ഞ് ബസ്സിനും കല്ലെറിഞ്ഞ് വന്നവനല്ല. സ്കൂളിൽ വിട്ടപ്പോൾ പോയി പഠിച്ചേച്ച് വന്നവനും വിവരം ആർജിച്ചവനുമാണ് അനിൽ ആൻ്റണി. അപ്പോൾ അനിൽ ആൻ്റണി കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എ കെ ആൻ്റണി ചെറുതാകുകയും അനിൽ ആൻ്റണി വലുതാകുകയും ചെയ്തു. പക്ഷേ എ കെ ആൻ്റണി വളരെ വ്യക്തിപരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അഴിമതിയുടെ കറപുരളാത്ത പ്രതിച്ഛായുള്ള വിരലിലെണ്ണാവുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് എ കെ ആൻ്റണി. നമ്മൾ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. എ കെ ആൻ്റണി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും ചെറിയൊരു വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നത്. ഈശ്വരവിലാസം റോട്ടിൽ പോയാൽ ആ വീട് കാണാം. വളരെ ഒതുങ്ങി ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ്. സാറിനൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇന്ദിരാഭവനിൽ ചെന്നാൽ എ കെ ആൻ്റണിയെ കയറി കാണാം. ഒരാഡംബരത്തിലും താല്പര്യമുള്ള ആളല്ല. മുഖ്യമന്ത്രി ആയപ്പോഴേ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്ന ആളാണ്. നടന്നുപോയി ആഹാരം കഴിച്ച ആളാണ്. അല്ലാതെ 40 കാറിൻ്റെ അകമ്പടിയും മേളിൽ ഹെലികോപ്റ്ററും പിന്നെ പുറകെ ഫയർ എഞ്ചിനും തൊട്ടപ്പുറത്തൊരു ആംബുലൻസുമായിട്ടൊന്നും അല്ലല്ലോ എ കെ ആൻ്റണി പോയത്. എ കെ ആൻ്റണി നടന്നു പോകുന്ന, ഇപ്പോഴും എ കെ ആൻ്റണിക്ക് നടന്നിറങ്ങാമല്ലോ. ഈശ്വരവിലാസം റോഡിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ലീഗുകാരനും നക്സലും ആൻ്റണിയെ കാണുമ്പോൾ ഒന്ന് തൊഴും. അതിനുള്ള വ്യക്തിപ്രഭാവമുള്ള ആളാണ് ആൻ്റണി. ആ ആൻ്റണിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പ്രസ്താവന നിലവാരമില്ലാത്തതാവുമ്പോൾ അതിന് മറുപടി മകനും പറഞ്ഞു പോകും. അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം. ഇതിനകത്ത് വസ്തുത സാറൊന്ന് പരിശോധിച്ച് നോക്കിക്കട്ടെ. അനിൽ പറഞ്ഞല്ലേ കറക്റ്റ്? അല്ല സാർ, അതിനകത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. കാരണം വെച്ചാൽ ആൻ്റണി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ എത്രയോ നാളുകളായി നോക്കി കാണുന്നു. അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ പോലും എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് ആ രാഷ്ട്രീയ സാഹചര്യം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്കതറിയാം. പക്ഷേ ഞാൻ വളരെ കേരള രാഷ്ട്രീയത്തിൽ വളരെ ക്രൂക്കഡായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന, ഏറ്റവും ഷാർപ്പായിട്ട് പ്രസ്താവന നടത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. ഒന്ന്, ഈ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേലങ്കി, ഇപ്പോൾ പറഞ്ഞാൽ അപകടകരമായ വേഷമാണ് ബി ജെ പിയുടെ വേഷമെടുത്ത് ധരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എങ്കിലും ഈ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേലങ്കി അണിഞ്ഞു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോഴും ഞാൻ ഭംഗിയായിട്ട് ഓർക്കുന്നു. അത് കലാഭവനിലാണോ കേരളശബ്ദത്തിലാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. കണിയാപുരം രാമചന്ദ്രൻ മരിക്കും മുമ്പ് ആൻ്റണി എങ്ങനെ ആൻ്റണിയായി എന്ന് ഡേറ്റ് വൈസ് അതിൻ്റെ ഉയർച്ച, ആ തീരുമാനങ്ങൾ, ആ പ്രസ്താവനകൾ അദ്ദേഹം എഴുതിയിരുന്നു. കേരള ശബ്ദമോ കലാഭൂതിയാണ്. ഇത്രയും മനോഹരമായ, അതായത് ഒരു മനുഷ്യൻ്റെ പിന്നാലെ നടക്കുകയും അത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഡയറിയിൽ കുറിക്കുകയും ഡേറ്റ് വൈസ് കുറിക്കുകയും ആ മനുഷ്യൻ്റെ ഗ്രാഫിങ്ങനെ ഉയർന്നു പോകുമ്പോൾ ആരെയൊക്കെ ചവിട്ടിക്കൊണ്ടാണ് അദ്ദേഹം, എനിക്കൊണ്ട് കൊല്ലം നിവാസിയായ ഒരു അങ്ങനെ ഒരു പേരുള്ള ഒരാൾ, അദ്ദേഹം വളരെ കൃത്യമായി ആൻ്റണിയെ ഇത്തരം പ്രസ്താവനകളെ കൃത്യമായിട്ട് ആൻ്റണിയെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് എൻ്റെ ഓർമ്മ. കൃത്യമായി ആൻ്റണിയുടെ ഈ പോക്ക് വഴികളിലെ അദ്ദേഹത്തിൻ്റെ കാപട്യത്തെ വാർത്തകളിൽ കൂടി വരച്ച് കാട്ടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കണിയാപുരത്തിൻ്റെ സാന്ദർഭികമായി ഞാൻ ആ ലേഖനം ഓർക്കുന്നു. ഈ ആൻ്റണി കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ, അത് ലോക്സഭാ ഇലക്ഷൻ ആവട്ടെ നിയമസഭാ ഇലക്ഷൻ ആവട്ടെ, ആൻ്റണി ഇവിടെ ഈ തീരദേശം വഴി ഒരു യാത്രയിലാണിത് സമാപിക്കാറ് പതിവ്. കേരളത്തിൻ്റെ പല ഈ കൊട്ടിക്കലാശം ഉണ്ടല്ലോ സാർ. അപ്പോൾ അതിൽ ആൻ്റണി കൃത്യമായ ചില പ്രസ്താവനകൾ ഇറക്കും. 32 ദിവസം സർക്കാർ ജോലിക്കാരുടെ സമരം, ചാരാ നിരോധത്തിൻ്റെ ഇന്നലെ പറഞ്ഞ നേരം ചാരാ നിരോധത്തിന് 30 വർഷങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആൻ്റണിയുടെ പ്രസ്താവന പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ടോപ്പിക് അത് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കൃത്യമായി ആൻ്റണി അതേ ശൈലിയിൽ വെറുതെ ഇരിക്കുമ്പോഴും ആഞ്ഞടിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ പാരയായത്. സ്വന്തം മകന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം വാലിഡായിട്ടുള്ള പോയിൻറ്റ്സ് നിരത്തിയിട്ടാണ് ഇത് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ആൻ്റണി ഇത്തരം കാര്യങ്ങളിൽ ആൻ്റണിക്ക് ഇപ്പോൾ എനിക്കൊന്നും മകനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിലേറെ പ്രസ്താവനകൾ നടത്തി നോവിച്ചേനെ. അദ്ദേഹത്തിന് അറിയാം മകൻ തിരിച്ചടിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പിന്നെ മറ്റൊരു ആംഗിളിലേക്ക് പോകും. എന്തായാലും പത്രങ്ങൾ എന്ത് ചെയ്തു, ആൻ്റണിയെ കൂടുതൽ നാറ്റിക്കേണ്ടെന്ന് വിചാരിച്ച് ഇദ്ദേഹം മുക്കി ഒരു സ്നേഹം കാണിക്കണമല്ലോ. പറഞ്ഞതുപോലെ ആൻ്റണിയോട് നമുക്ക് ബഹുമാനമുണ്ട്. അവസാനം ആൻ്റണിയുടെ ഡൽഹി കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അന്ന് ഞാൻ ഇന്ത്യ ടുഡേയിലായിരുന്നു. അപ്പോൾ ആ ദിവസമൊക്കെ നമ്മളത് കവർ ചെയ്യുന്നു ഭംഗിയായിട്ട്. അവിടെ ലാളിത്യം സോക്കോൾഡ്, അത് പലതരത്തിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു ലാളിത്യം എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ അർത്ഥം. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എപ്പോഴും
കുറുക്കി കൊള്ളുന്ന, അദ്ദേഹം കാണും പോലെയല്ല, അവിടെ കൃത്യമായിട്ട് പല അർത്ഥങ്ങളിൽ വ്യാഖ്യാനിക്കാവുന്ന, പക്ഷേ ആ അർത്ഥം ചെന്ന് കൊണ്ടത് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഉള്ളപ്പോഴായിപ്പോയി. എന്തായാലും പിന്നെ ഇനിയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അണിഞ്ഞ് വരട്ടെ. പക്ഷേ ഇവിടെ നമ്മൾ തെളിയുന്നതെന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ അവരുടെ ഒരു സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ സാറേ, അതൊരു ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പാണ് ഇവിടെ കാണുന്നത്. അത് മിക്കവാറും എല്ലാ പത്രങ്ങളും ഹെഡ് മാറ്റി കൊടുത്തോ അല്ലെങ്കിൽ പലരെ രക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത ഇതിനകത്ത് കാണുന്നു. ശരി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.